രൂക്ഷമായ തെരുവ് നായ ശല്യം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ. ഈ ആവശ്യമുന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. അക്രമകാരികളായ തെരുവ് നായകളെ ദയാവധം ചെയ്യാൻ നിയമനിർമ്മാണം നടത്തുക, തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായകളെ ജനവാസമില്ലാത്ത മേഖലയിൽ ഷെൽട്ടർ ഏർപ്പെടുത്തി മാറ്റിപ്പാർപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെതിരെ കർശന നടപടികൾ ഉണ്ടാകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഓഫ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തിയത്. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൃഗസ്നേഹത്തിന്റെ മറവിൽ വൻകിട വാക്സിൻ ലോബിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നിറവേറ്റാൻ ഭരണാധികാരികളും നീതിന്യായ കോടതികളും തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ ഭരണഘടന ഉറപ്പുവരുന്ന സ്വതന്ത്രമായി ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ കോൺഫെഡറേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി MK ബീരാൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി C രാധാകൃഷ്ണൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് R അനിൽകുമാർ, വനിതാ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് K സതീദേവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.